സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിൽ ഒന്നിനാണ് നാം സാക്ഷിയായത്. ഇതിനു മുമ്പ് പുൽവാമയിൽ ഇന്ത്യൻ സുരക്ഷാ സൈന്യത്തിന് നേരെയും ഭീകരർ ആക്രമണം അയച്ചുവിട്ടിരുന്നു. എന്നാൽ ഇത്തവണ സാധാരണക്കാരെയാണ് ഇവർ ലക്ഷ്യമിട്ടത്. ഇന്ത്യൻ ജനതയുടെ അഭിമാനത്തിനേറ്റ ക്ഷതമായാണ് ഈ ആക്രമണത്തെ കാണുന്നത്. ശക്തമായി മറുപടി നൽകാൻ തന്നെയാണ് ഇന്ത്യയുടെയും തീരുമാനം. അതിർത്തിയിൽ നിന്നും ഒരുപാട് അകലെ ഇത്രയും സുരക്ഷാ സംവിധാനമുള്ള കേന്ദ്രം നേരിട്ട് ഭരിക്കുന്ന കശ്മീരിൽ എങ്ങനെയാണ് തീവ്രവാദികൾ വന്ന് പാവങ്ങളുടെ ജീവനെടുത്ത് ശൂന്യതയിലേക്ക് ഊളിയിട്ടതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഇന്ത്യൻ ഇന്റലിജൻസും ഡിഫൻസ് സിസ്റ്റവും എവിടെയാണ് വിറങ്ങലിച്ച് നിന്നുപോയത്? ഈ ആക്രമണത്തോടുകൂടി ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളായിരിക്കുകയാണ്. മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന സമയത്ത് പോലും കാര്യങ്ങൾ ഇത്രമേൽ വഷളായിരുന്നില്ല. ഒരു യുദ്ധത്തിലേക്കാണ് ഒരു രാജ്യം നീങ്ങുന്നതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ സമ്മതപ്രകാരമാണ് ഈ ആക്രമണം നടന്നതെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് തെളിയിക്കാൻ ഇന്ത്യക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതെങ്ങാനും സത്യമാണെങ്കിൽ ഇന്ത്യക്ക് ഇത് തെളിയിക്കാനും സാധ്യമായാൽ പിന്നീട് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന് ഉറപ്പാണ്. രാജ്യത്തെ എല്ലാ ഡിഫൻസ് സിസ്റ്റത്തിനോടും കേന്ദ്രം ഒരുങ്ങിയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാവികസേന തങ്ങളുടെ പുതിയ മിസൈൽ കൂടി പരീക്ഷിച്ചത് വലിയൊരു സിഗ്നൽ തന്നെയാണ് നൽകുന്നത്. നയതന്ത്രപരമായി യുദ്ധം തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. പാകിസ്ഥാൻ ഹൈക്കമ്മീഷനെ ഇന്ത്യ വിളിച്ചു വരുത്തി അറിയിച്ച തീരുമാനം വളരെ ഗൗരവമേറിയതായിരുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് സിന്ധു നദീജല കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറുന്നു എന്നതാണ്. പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിക്കുന്ന തീരുമാനമാണിത്. പാകിസ്ഥാൻ ജനസംഖ്യയുടെ 68% പേരെ ഈ പ്രശ്നം നേരിട്ട് ബാധിക്കുമെന്നതുകൊണ്ട് തന്നെ പാക് ഗവൺമെന്റിനെതിരെ ജനരോക്ഷം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി തകർന്നിരിക്കുന്ന പാകിസ്ഥാനിൽ ഇനി ഭക്ഷ്യപ്രതിസന്ധി കൂടി നേരിടാൻ സാധ്യമല്ല. ഇത് ഗവൺമെന്റിനെ വളരെയേറെ സമ്മർദ്ദത്തിലാക്കും. പാക് പൗരന്മാരെ ഇനി ഇന്ത്യയിലേക്ക് കടത്തിവിടില്ലെന്നും നിലവിലുള്ളവർ 72 മണിക്കൂറിന് മുമ്പ് തിരിച്ചു പോകണമെന്നും ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. മെഡിക്കൽ വിസയിൽ വന്നവർക്ക് 5 ദിവസം വരെ തുടരാം. പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലുള്ള സൈനിക ഉപദേഷ്ടാക്കളോടും ഇന്ത്യ രാജ്യം വിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്ന് നയതന്ത്ര പ്രതിനിധികളെ ഇന്ത്യ തിരിച്ചു വിളിക്കുകയും ചെയ്തു. ജഡ്ജിമാർക്കും കായിക താരങ്ങൾക്കുമെല്ലാം നൽകിയിരുന്ന സ്പെഷ്യൽ വിസയും രാജ്യം റദ്ദാക്കിയിട്ടുണ്ട്. ഇതിനെതിരെ പാകിസ്ഥാനും ശക്തമായി തിരിച്ചടി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഇന്ത്യൻ പൗരന്മാർക്കുള്ള വിസ പാകിസ്ഥാനും മരവിപ്പിച്ചു. രാജ്യത്തിലുള്ള ഇന്ത്യക്കാരോട് 48 മണിക്കൂറിനകം രാജ്യം വിടാൻ നിർദ്ദേശിച്ചു. 1972 നിലവിൽ വന്ന ഷിംല കരാർ റദ്ദു ചെയ്യുമെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു. ഈ കരാർ പ്രകാരം ഇന്ത്യ പാകിസ്ഥാൻ ലൈൻ ഓഫ് കൺട്രോൾ, അതായത് നിയന്ത്രണ രേഖ പാകിസ്ഥാൻ അംഗീകരിച്ചിരുന്നു. പാകിസ്ഥാൻ ഈ കരാർ ലംഘിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിർത്തി ലംഘിച്ച് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് കടന്നു വരുമെന്ന് തന്നെയാണ്. ഇത് സത്യത്തിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു യുദ്ധ മുന്നറിയിപ്പായിട്ടാണ് കാണേണ്ടത്. പുറമെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് ഇനി വ്യോമപാത തുറക്കില്ലെന്നും പാകിസ്ഥാൻ പ്രതികരിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം പാകിസ്ഥാൻ 30 കുറച്ചു. ഇരു രാജ്യങ്ങളും യുദ്ധത്തിനൊരുങ്ങിയ മട്ടാണ് ഇപ്പോൾ കാണുന്നത്. ലോകത്ത് ഇപ്പോൾ തന്നെ പ്രധാനപ്പെട്ട 2 യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. യുദ്ധം കൊണ്ട് ഒരിക്കലും സമാധാനം പുലരില്ലെന്നത് വാസ്തവം തന്നെയാണ്. പക്ഷേ ഇന്ത്യയിൽ പൊലിഞ്ഞ ജീവനുകൾക്ക് കണക്ക് ചോദിക്കേണ്ടതുണ്ട്.